കേരളത്തിൽ മതസ്വാതന്ത്ര്യം അപകടത്തിലോ എന്നത് ഒരുപക്ഷെ നമുക്ക് ഒരു ആശ്ചര്യജനകമായി തോന്നുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് മതസ്വാതന്ത്ര്യം അപകടത്തിൽ എന്ന് പറഞ്ഞാൽ നേരിട്ട് മതവിശ്വാസികളെ അല്ലെങ്കിൽ ഇന്ന ഒരു വിശ്വാസികളെ നേരിട്ട് പോയി എതിർക്കുക, അവരെ തല്ലുക, കൊല്ലുക പോലുള്ള കാര്യങ്ങൾ മാത്രമല്ല. മറിച്ച് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് മതം ആചരിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അതിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുവാനും അതിൽ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥയും മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ആ നിലക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ പതിയെ പതിയെ അത്തരമൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഞാൻ പറഞ്ഞു വരുന്നത്, പലപ്പോഴായി നമ്മുടെ കേരളത്തിൽ ഈയിടെ നടക്കുന്ന ചർച്ചകളും വിവാദങ്ങളും എല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ ആ നിലക്കുമുള്ള ഒരു വലിയ രൂപത്തിൽ അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ പൊതുപ്രവർത്തകരും മാധ്യമങ്ങളും കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നൊരു സംശയം നമുക്ക് വരികയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഓരോ മതത്തിനും അതിൻ്റെതായ വിശ്വാസങ്ങൾ ഉണ്ടാകും, അതിൻ്റെതായ ആചാരങ്ങൾ ഉണ്ടാകും, ആഘോഷങ്ങൾ ഉണ്ടാകും. അത് ആചരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങൾ ചെയ്യാനും ചെയ്യാതിരിക്കുവാനുള്ള സ്വാതന്ത്ര്യവും ഭരണഘടനാപരമായി തന്നെ ഓരോരുത്തരിലും ആ ഒരു സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നുണ്ട്. പക്ഷേ ഇത് പലപ്പോഴും ഹനിക്കപ്പെടുകയാണ്. അതായത് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കാൻ പാടില്ല, ഇത് നിർബന്ധമായും നിങ്ങൾ ചെയ്യണം. അപ്പോൾ പല ആളുകളും പറയും, ഇത് എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഇത് എൻ്റെ വിശ്വാസത്തിനെതിരാണ്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലല്ല, അതുകൊണ്ട് ഞാൻ അതിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ ആ റൈറ്റ് ടു ഡിസെന്റ്, അതിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള, അതിനോട് വിയോജിക്കാനുള്ള അവകാശമില്ലാത്ത തരത്തിലേക്ക് പലപ്പോഴും ഒരു പൊതുബോധ നിർമ്മിതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരു ഭൂരിപക്ഷ സംസ്കാരം അല്ലെങ്കിൽ ഭൂരിപക്ഷ മതത്തിന്റെ ആചാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചിഹ്നങ്ങൾ, അവരുടെ ആഘോഷങ്ങൾ, അത് ഇവിടേക്ക് പൊതുവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഇവിടെ ഇന്ന മതത്തിന്റെ വിശ്വാസം മറ്റൊരു മതക്കാരനായ നീ അനുസരിച്ചുകൊള്ളണം, അല്ലെങ്കിൽ നീ അത് അങ്ങനെ തന്നെ ജീവിച്ചുകൊള്ളണം എന്ന് നേരിട്ട് പറഞ്ഞാൽ പലപ്പോഴും അതിന് എതിർപ്പുകൾ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അതായത് ഒരു മുസ്ലിമായ ഒരു വ്യക്തിയോട് ഹൈന്ദവ മതം നീ ആചരിക്കണം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പൊതുസമൂഹം ഈ ഒരു സമയത്ത് അത് കേരളത്തിലെങ്കിലും അനുവദിച്ചു കൊടുക്കുകയില്ല. അതേപോലെ തന്നെ ഹൈന്ദവനായ ഒരാളോട് നീ നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം എന്ന് നിർബന്ധിച്ചാൽ അതും ഒരിക്കലും പൊതുസമൂഹം അംഗീകരിക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? അവിടെ അങ്ങനെ നേരിട്ട് മറ്റൊരു മതത്തിന്റെ ആചാരം നീ ചെയ്യണം എന്ന് പറയുന്നതിന് പകരം ആ ആചാരങ്ങളും ആ വിശ്വാസങ്ങളും ആ ആഘോഷങ്ങളുമല്ല പൊതുവൽക്കരിക്കുക. അതാണ് പൊതുവായ ഒരു കാര്യം, അത് എല്ലാവരുടേതുമാണ്, അത് ദേശീയമാണ്, അത് പൊതുവായി ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് ആക്കി തീർക്കുക. അങ്ങനെ പൊതുവാക്കിയതിനു ശേഷം നിങ്ങൾ ഇത് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ മതേതരല്ല, അതേപോലെ തന്നെ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ യോഗ്യരല്ല, നിങ്ങൾക്ക് പിന്നെ കുടുങ്ങിയ ചിന്താഗതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അത്തരത്തിലുള്ള ചില പദപ്രയോഗങ്ങളും ചില രീതികളും ഉണ്ടാക്കിയെടുക്കുക എന്നത് വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാകുന്നത്. ഈ ഒരു അവസ്ഥയെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ എടുക്കേണ്ടതുണ്ട്. വിഷയങ്ങൾ വരുമ്പോൾ അതൊരു ആഘോഷമല്ലേ, അതൊരു നിലവിളക്കല്ലേ, അതൊരു എഴുത്തിനിരുത്തലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരവൽക്കരിക്കേണ്ട ഒരു കാര്യമില്ല. പതിയെ പതിയെ ഇത്തരം കാര്യങ്ങളെല്ലാം പൊതുവൽക്കരിച്ച് അടിച്ചേൽപ്പിക്കുന്ന ഒരു അവസ്ഥ. അതിൽ തന്നെ കുറച്ച് ആളുകൾ അതൊരു പ്രശ്നമില്ല, അത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയുമ്പോൾ ഈ അഡ്ജസ്റ്റ് ചെയ്യാത്ത എന്ന് വെച്ചാൽ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവർ തീവ്രവാദികളാക്കി മാറ്റി നിർത്താൻ കുറച്ചുകൂടി എളുപ്പമാവുകയാണ് ഇത്തരം ആളുകൾക്ക്. അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ഇത്തരത്തിലുള്ള ഒരു ബഹുമത സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളോട് നമ്മൾ സ്വീകരിക്കേണ്ടുന്ന നിലപാട് എന്നുള്ളത് കൃത്യവും വ്യക്തവുമായിക്കൊണ്ട് ആദർശത്തിൽ ഒരു അണുകിട വ്യതിചലിക്കാൻ തയ്യാറല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് സംസാരിക്കുവാനും ആ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് സാധിക്കണമെങ്കിൽ അത്തരം കാര്യങ്ങളോട് പതിയെ വരുന്ന ഇത്തരം പൊതുവൽക്കരിച്ചുകൊണ്ടുള്ള അടിച്ചേൽപ്പിക്കലുകളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്.